ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഫോറിൻ കോർപ്പറേഷനെ പറ്റിയായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് പഠിക്കുന്നത് ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിനെ കുറിച്ചാണ്. ഫോറിൻ കോർപ്പറേഷൻ്റെ മുമ്പുള്ള വീഡിയോസ് കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ആ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ. ഫാദർ ഓഫ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ ടോയോഹിക്കോ കഗാവ. ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടോയോഹിക്കോ കഗാവയാണ്. ജാപ്പനീസ് ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ തുടക്കക്കാരനായിട്ട് കണക്കാക്കുന്ന വ്യക്തിയാണ് സൺടോക്കു നിനോണിയ. കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ഇൻ ജപ്പാൻ സ്റ്റാർട്ടഡ് ഇൻ ദ മിഡിൽ ഓഫ് 19th century. 19ാം നൂറ്റാണ്ടിൻ്റെ മധ്യത്തോടു കൂടിയാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ജപ്പാനിൽ തുടക്കം കുറിച്ചത്. ലാൻഡ് ഓഫ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സ് എന്നാണ് ജപ്പാൻ അറിയപ്പെടുന്നത്. കോപ്പറേറ്റീവ് സ്ട്രക്ചർ ഇൻ ജപ്പാൻ ഈസ് 3 tier. ജപ്പാനിലെ കോപ്പറേറ്റീവ് സ്ട്രക്ചർ 3 tier ആയിരുന്നു. ജാപ്പനീസ് സൊസൈറ്റീസ് ഫോളോഡ് ദ ലൈൻസ് ഓഫ് ഷൂൾസ് ആൻഡ് റൈഫേഴ്സൺ. ദ കൺസംഷൻ കോപ്പറേറ്റീവ് അഡോപ്റ്റഡ് ബൈ ജപ്പാൻ ഫ്രം റോക്ക്ഡെയിൽ. ജാപ്പനീസ് സൊസൈറ്റീസ് ഫോളോ ചെയ്തിരുന്നത് ഷൂൾസിൻ്റെയും റൈഫേഴ്സിൻ്റെയും മോഡലായിരുന്നു. എന്നാൽ കോപ്പറേറ്റീവ് കൺസംഷൻ അഡോപ്റ്റ് ചെയ്തത് റോക്ക്ഡെയിൽ പൈനിയേഴ്സിൽ നിന്നാണ്. ജപ്പാനിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ അതേ മോഡലിൽ തന്നെയായിരുന്നു. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ് ഫിഷറി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് ലോയും പാസ്സാക്കിയിട്ടുണ്ട് 1932. ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലൈഫ് കോർപ്പറേഷൻ. ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ഫസ്റ്റ് അഡോപ്റ്റഡ് ബൈ ജപ്പാൻ. ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്ത രാജ്യം ജപ്പാനാണ്. എന്നാൽ ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അമേരിക്കയാണ്. ഫസ്റ്റ് കൺസ്യൂമർ സ്റ്റോർ സ്റ്റാർട്ടഡ് ഇൻ 1879. 1879 ആദ്യത്തെ കൺസ്യൂമർ സ്റ്റോർ ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്തത്. ഹോഗോ കോപ്പറേറ്റീവ് ലേബർ ബാങ്ക് വാസ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1950. 1950 ജപ്പാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോപ്പറേറ്റീവ് ലേബർ ബാങ്കിൻ്റെ പേരാണ് ഹോഗോ കോപ്പറേറ്റീവ് ലേബർ ബാങ്ക്. യൂണികോപ്പ് 1961 യൂണികോപ്പ് സ്റ്റാർട്ട് ചെയ്തത്. അഗ്രികൾച്ചറൽ, ഫോറസ്ട്രി, ഫിഷറി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഫോറിൻ ട്രേഡിൽ ഏർപ്പെട്ടിരുന്ന സെൻട്രൽ ഓർഗനൈസേഷനാണ് യൂണികോപ്പ്. യൂണികോപ്പിൻ്റെ വർഷം 1961. ഇനി ജപ്പാനിലെ കുറച്ച് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻസ് ആണ് പറയുന്നത്. ജപ്പാനിൽ രൂപം കൊടുത്ത ക്രെഡിറ്റ് ഓർഗനൈസേഷൻ്റെ പേരാണ് കോ. നിസിക്കിയോ ജാപ്പനീസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയൻ. ഹോപ്പ് ടോക്കുഷ മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷൻ. ജപ്പാനിൽ രൂപം കൊടുത്ത മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷനാണ് ഹോപ്പ് ടോക്കുഷ. CUAC അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. സെഞ്ചിയോറൻ ഫിഷറീസ് ഫെഡറേഷൻ. ജപ്പാനിലെ ഫിഷറീസ് ഫെഡറേഷനാണ് സെഞ്ചിയോറൻ എന്നറിയപ്പെടുന്നത്. സെന്നോഹ് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷൻ. ജപ്പാനിലെ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് സെന്നോഹ് എന്നറിയപ്പെടുന്നത്. JCCU ജാപ്പനീസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് നമുക്ക് ഒന്നുകൂടി ഒന്ന് നോക്കാം. ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ടോയോഹിക്കോ കഗാവയാണ്. ജാപ്പനീസ് ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിൻ്റെ തുടക്കക്കാരനായിട്ട് കണക്കാക്കുന്ന വ്യക്തിയാണ് സൺടോക്കു നിനോണിയ. 19ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടി അല്ലെങ്കിൽ മധ്യത്തോടു കൂടിയാണ് കോപ്പറേറ്റീവ് മൂവ്മെൻറ്റിന് ജപ്പാനിൽ തുടക്കം കുറിച്ചത്. ലാൻഡ് ഓഫ് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ്സ് എന്നാണ് ജപ്പാൻ അറിയപ്പെടുന്നത്. ജപ്പാനിലെ കോപ്പറേറ്റീവ് സ്ട്രക്ചർ
ത്രീ ടയർ ആയിരുന്നു. ജാപ്പനീസ് സൊസൈറ്റീസ് ഫോളോ ചെയ്തിരുന്നത് ഷൂൾസിൻ്റെയും റൈഫേഴ്സിൻ്റെയും മോഡലായിരുന്നു. എന്നാൽ കോപ്പറേറ്റീവ് കൺസംഷൻ അഡോപ്റ്റ് ചെയ്തത് റോക്ക്ഡെയിൽ പൈനിയേഴ്സിൽ നിന്നാണ്. ജപ്പാനിലെ കൺസ്യൂമർ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ് റോക്ക്ഡെയിൽ പൈനിയേഴ്സിൻ്റെ അതേ മോഡലിൽ തന്നെയായിരുന്നു. ജപ്പാനിൽ ഏറ്റവും കൂടുതൽ ഡെവലപ്പ് ചെയ്ത കോപ്പറേറ്റീവ് മൂവ്മെൻ്റ് ആണ് ഫിഷറി കോപ്പറേറ്റീവ് മൂവ്മെൻറ്റ്. ഫിഷറീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് വേണ്ടി 1932 സെപ്പറേറ്റ് ആയിട്ടുള്ള കോപ്പറേറ്റീവ് ലോയും പാസ്സാക്കി. ജപ്പാനിലെ കോപ്പറേറ്റീവ് മൂവ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് ലൈഫ് കോർപ്പറേഷൻ. ക്രെഡിറ്റ് കാർഡ് ആദ്യമായിട്ട് അഡോപ്റ്റ് ചെയ്ത രാജ്യം ജപ്പാനാണ്. 1879 ആദ്യത്തെ കൺസ്യൂമർ സ്റ്റോർ ജപ്പാനിൽ സ്റ്റാർട്ട് ചെയ്തത്. 1879. 1950 ജപ്പാനിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത കോപ്പറേറ്റീവ് ലേബർ ബാങ്കിൻ്റെ പേരാണ് ഹോക്കോ കോപ്പറേറ്റീവ് ലേബർ ബാങ്ക്. അഗ്രികൾച്ചറൽ, ഫോറസ്ട്രി, ഫിഷറി തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട് ഫോറിൻ ട്രേഡിൽ ഏർപ്പെട്ടിരുന്ന സെൻട്രൽ ഓർഗനൈസേഷനാണ് യൂണികോപ്പ്. യൂണികോപ്പിൻ്റെ വർഷം 1961. ജപ്പാനിൽ രൂപം കൊടുത്ത ക്രെഡിറ്റ് ഓർഗനൈസേഷൻ്റെ പേരാണ് കോ. ജാപ്പനീസ് കൺസ്യൂമർ കോപ്പറേറ്റീവ് യൂണിയൻ അറിയപ്പെടുന്ന പേരാണ് നിസിക്കിയോ. ജപ്പാനിൽ രൂപം കൊടുത്ത മോഡേൺ ക്രെഡിറ്റ് ഓർഗനൈസേഷനാണ് ഹോപ്പ് ടോക്കുഷ. ജപ്പാനിലെ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റിയാണ് CUAC. ജപ്പാനിലെ ഫിഷറീസ് ഫെഡറേഷനാണ് സെൻജിയോറൻ എന്നറിയപ്പെടുന്നത്. അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് ഫെഡറേഷനാണ് സെന്നോഹ് എന്നറിയപ്പെടുന്നത്. JCCU ജാപ്പനീസ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ.